ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രത്തോളം സങ്കടപ്പെട്ടിരുന്ന ഒരു ഇരുട്ട് മൂടിയിട്ടുണ്ടായിരുന്നൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ, ഇപ്പോൾ ജീവനിലേക്ക് ഒരു സൂര്യൻ ഉദിക്കുന്നു, വെളിച്ചം ഉദിക്കുന്നു, ബ്രൈറ്റ് ആകാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങൾ അത്രമേൽ സന്തോഷിക്കാൻ പോകുന്ന ദിനങ്ങൾ വരുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. നമുക്ക് തോന്നും കാഴ്ചെടുക്കുമ്പോഴൊക്കെ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്, എൻ്റെ നല്ല സമയം എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും എന്ന് നിങ്ങൾ കുറേ ആശങ്കിച്ചിരിക്കുന്ന നാളുകൾ ഉണ്ടായിട്ടുണ്ടാവും. കുറേ ഇരുട്ട് മൂടിയിട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത്രമേൽ പ്രശ്നങ്ങളും ചാലഞ്ചസും നിറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എന്ന് എൻ്റെ ലൈഫിൽ ഇതൊക്കെ ശരിയാകും എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളിൽ ഇന്ന് അത് നിങ്ങളെപ്പോഴൊക്കെ ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ടോ, യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ഹയർ പവറിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ആ ഹയർ പവറിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു മനസ്സ് സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും സമാധാനങ്ങളും നിറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം, സ്റ്റെബിലിറ്റി, അബണ്ടൻസ്, ലവ് എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഏതൊരു പ്രതിസന്ധികളിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു ഓരോ ചാലഞ്ചസും ഓരോ പ്രതിസന്ധികളും നിങ്ങളിൽ കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കേണ്ട ഏതോ ഒരു പാഠം അതിലുണ്ട്. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെയോ ഒരു ഹയർ പവറിനെയോ ഏഞ്ചൽസിനെയോ നിങ്ങൾ അത്രമേൽ ഒരു ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും മുകളിൽ ഒരാളുണ്ട്, അവർ കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാകുക. ആ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളുടെ കൈ പിടിച്ച് കൂടെ നിൽക്കാൻ യൂണിവേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നതിനാണ് ഇതിൽ സത്യം. ആൻഡ് നിങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് വേർഷനായിട്ടാണ് ആയിട്ടുണ്ടായിരുന്നത്. എല്ലാം ബ്യൂട്ടിഫുൾ കാർഡ്സാണ്. നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുകയായിരുന്നു. നിങ്ങൾ കൂടുതലും കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം ഇപ്പോൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമായിരുന്നു. നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ട് ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഓരോ ഇഷ്ടപ്പെട്ട ചെറിയ കാര്യങ്ങൾ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് കുറേ ബിസിനസ്സിലായാലും കരിയറായാലും ഫ്രണ്ട്ഷിപ്സിലായാലും ഒരു പാർട്ട്ണർഷിപ്സ് കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്സിൽ കൂടെ ആയാലും എന്തിൽ കൂടെ ആയാലും ഞാനത് കാണുന്നുണ്ട്. പിന്നെ ദിസ് ഇസ് എ ഫൈനൽ കോളിംഗ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇനിയും നെഗറ്റീവ് എനർജീസിൽ ഇങ്ങനെ പിൻവലിക്കുന്ന ചിന്തകളിൽ പെട്ടുകിടക്കുന്നതാണെങ്കിൽ യൂണിവേഴ്സ് പറയാണ്, എണീക്കൂ, അവിടെ നിന്ന് എണീക്കൂ. നിങ്ങൾ അത്രമേൽ വിശ്വസിക്കുന്ന എന്തൊരു പ്രതിസന്ധികളിലും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ദൈവം നിങ്ങൾ വേണ്ടി വന്നിരിക്കുകയാണ്, നിങ്ങളെ കൈപിടിച്ച് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്ന പൊട്ട സംഭവങ്ങൾ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കർമ്മ ബാലൻസ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനാണ്. നമ്മളത് പഠിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ചേഞ്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. മാറ്റങ്ങളാണ് ഇവിടെ ഏറ്റവുമുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. നമ്മളവിടെ പഠിക്കുക, മുന്നേറുക, ദൈവത്തിന് വിളിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കർമ്മ ബാലൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസ്, ഒരു പുതിയ ജീവിതം കൊണ്ടുവരുന്നതിലുള്ള ഒരു സൈനാണ് ഈ വീഡിയോ. നിങ്ങളെ എന്തു പോയി എന്നുള്ളതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം 2 കപ്പ് ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്ത് പോയി ഉള്ളതിലാണ്. ആ ഫോക്കസ് മാറ്റൂ. എന്തിനാണോ ഫോക്കസ് ഉള്ളത് അത് മാറ്റൂ. നിങ്ങളെ തന്നെ ഹീൽ ചെയ്യൂ. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, പ്രാർത്ഥിക്കുകയാണോ, അമ്പലത്തിൽ പോവുകയാണോ, അതോ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണോ, എന്തെങ്കിലും പെയിൻറ്റിങ് ആണോ, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, മെഡിറ്റേഷൻ ആണോ, നിങ്ങളതിന് എന്താണെങ്കിലും അത് ചെയ്യുക, വിശ്വസിക്കുക. ആൻഡ് നിങ്ങളുടെ ലൈഫിലൊരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും. അതും ദ ഹയർ പവർ യൂണിവേഴ്സ് കൈപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഇത് ആർക്ക് എത്തും, ആര് കാണും എന്നറിയില്ല. പക്ഷെ അത് കാണേണ്ട ആൾക്കാർ റൈറ്റായിട്ടുള്ള ആൾക്കാരിലേക്കായിരിക്കും എത്തുക. ആൻഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തായാലും സൺ ഇസ് ഗോയിങ് ടു റൈസ്. ആ വെളിച്ചം നിങ്ങളെല്ലാവരെയും തട്ടട്ടെ.
നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, ചെയ്തിട്ടുള്ള തെറ്റുകൾക്കോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുക. എന്തൊക്കെ നമ്മളോട് തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പൊറുക്കുക, മനസ്സുകൊണ്ട് പൊറുക്കുക. കാരണം എല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ ഓർ ദ ഹയർ പവറിൻ്റെ മുന്നിൽ ഇറ്റ്സ് ഓൾ ഫെയർ. എല്ലാം അവിടെ ന്യായമുള്ളതാണ്. അത് വിശ്വസിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നല്ലതേ വരും. ഈ എനർജി എന്തായാലും ക്ലെയിം ചെയ്യൂ. ഇഷ്ടപ്പെട്ട എന്താ പറയണ്ടേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും റീഡിങ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക.